Hello all. Once in the subject wise practice സെഷനിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന സബ്ജക്ട്സ് പവർ സിസ്റ്റംസ് ആണ്. ഏതാണ്? പവർ സിസ്റ്റംസ്. പവർ സിസ്റ്റത്തിൽ ഇന്ന് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന ടോപ്പിക് ഇറ്റ് ഈസ് പാരാമീറ്റേഴ്സ് ഓഫ് ട്രാൻസ്മിഷൻ ലൈൻ. എന്താണ് പാരാമീറ്റേഴ്സ് ട്രാൻസ്മിഷൻ ലൈൻ? നമുക്ക് പഠിക്കാനുള്ള പാരാമീറ്റേഴ്സ് ഏതൊക്കെയാണ്? It is inductance and capacitance. ഒരു ട്രാൻസ്മിഷൻ ലൈനിന്റെ ഇൻഡക്ടൻസും കപ്പാസിറ്റൻസും എങ്ങനെയാണ് കാണുന്നത് എന്നതാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പൊ ഫസ്റ്റ് തന്നെ നമ്മളിവിടെ നോക്കുന്നത് ഒരു 2 കണ്ടക്ടർ ട്രാൻസ്മിഷൻ ലൈനാണ്. There are only 2 conductors. ഈ കണ്ടക്ടേഴ്സ് തമ്മിലുള്ള ദൂരം ഇറ്റ് ഈസ് d. ആൻഡ് ഈ കണ്ടക്ടറിന്റെ റേഡിയസ് ഇറ്റ് ഈസ് r. ഓക്കെ, അപ്പൊ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതാണ് നമ്മളുടെ ട്രാൻസ്മിഷൻ ടവർ. Here we will be having insulators and ഇവിടെ there are 2 conductors. Okay, അപ്പൊ ഇതാണ് നമ്മൾ ഫസ്റ്റ് എടുത്തിരിക്കുന്ന കേസ്. അപ്പോൾ ഇവിടെ ഇൻഡക്ടൻസ് നമ്മൾ സോൾവ് ചെയ്ത് വരുമ്പോൾ we will get inductance L as 2 into 10⁻⁻⁷ ln d by r dash ഹെൻറി പെർ മീറ്റർ. ഓക്കെ, എന്താണ് 2 into 10⁻⁷ ln d by r dash? എന്താണ് r dash? r dash is, as we know, 0.7788 r. e⁻⁻⁴r. ഓക്കെ, ഇതാണ് r dash. e⁻⁻⁴r. ഈ r dash വരാനുള്ള കാരണം എന്താണ്? due to flux from internal ഫ്ലക്സ് കാരണം ഉണ്ടാവുന്ന ഇൻഡക്ടൻസ് കാരണമാണ് r dash വരുന്നത്. ഓക്കെ, r dash due to inductance from internal flux. ഓക്കെ, അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. അപ്പൊ ഇതാണ് L 2 into 10⁻⁷ ln d by r dash. യൂണിറ്റ് നോക്കുക, ഇറ്റ് ഈസ് ഹെൻറി പെർ മീറ്റർ. ഇനി യൂഷ്വലി നമ്മളുടെ ചോദ്യങ്ങളുടെ എല്ലാം വരിക ഇറ്റ് വിൽ ബി ഇൻ മില്ലി ഹെൻറി പെർ കിലോമീറ്റർ. അങ്ങനെ ആണെങ്കിൽ L എന്തായിരിക്കും? L will be 0.2 ln d by r dash മില്ലി ഹെൻറി പെർ കിലോമീറ്റർ. ഓക്കെ, so L in millihenry per kilometer is 0.2 ln d by r dash and Henry per meter L എന്തായിരിക്കും? It will be 2 into 10⁻⁷ ln d by r dash. അപ്പൊ ഇതാണ് ഇൻഡക്ടൻസ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഇൻഡക്ടൻസ്. നെക്സ്റ്റ് കപ്പാസിറ്റൻസ്. Capacitance ഈ കണ്ടക്ടർ എ ആൻഡ് ഈ കണ്ടക്ടർ ബി ആണെങ്കിൽ capacitance CAB is pi epsilon 0 by ln d by r. എന്താണ് pi epsilon 0 by ln d by r and units എന്താണ്? It is farads per meter. ഓക്കെ, ഇവിടെ നോക്കുക, ഇവിടെ r dash ഇല്ല, ഇവിടെ എന്ത് മാത്രമേ ഉള്ളൂ? ഓൺലി r. ഇതാണ് CAB. ഇനി CAN capacitance of a phase with respect to neutral, that will be 2 times CAB. So CAN will be 2 pi epsilon naught by
ln d by r. അപ്പോൾ ഇതാണ് CAB, which is pi epsilon naught by ln d by r, and CAN, that is 2 pi epsilon naught by ln d by r. ഓക്കെ, അപ്പോ ഇവിടെ നോക്കുക, L എന്തായിരുന്നു? L is 2 into 10 raised to minus 7 ln d by r dash, or I can also say that L is proportional to ln d by r dash, അല്ലേ? or L is proportional to d by r dash. അതായത് കണ്ടക്ടേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് d കൂടുകയാണെങ്കിൽ ഇൻഡക്ടൻസ് എന്തായിരിക്കും? ഇൻഡക്ടൻസ് വിൽ ഓൾസോ ഇൻക്രീസ്. ഇനി അതല്ല, നമ്മളെ ഓരോരോ കണ്ടക്ടറിന്റെ റേഡിയസ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ L എന്താവും? L will decrease, അല്ലെ? ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. റേഡിയസ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ L എന്താവും? L will decrease. ഇനി സിന്റെ കേസ് ആണെങ്കിൽ C ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1 by ln d by r, അല്ലെ? ഓർ യു ക്യാൻ സേ C ഈസ് പ്രൊപ്പോർഷണൽ ടു r by d. അതായത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ കണ്ടക്ടേഴ്സ് കൂടുകയാണെങ്കിൽ C കുറഞ്ഞു വരും, ഇറ്റ് വിൽ ഡിക്രീസ്. റേഡിയസ് ഓഫ് കണ്ടക്ടേഴ്സ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ C വിൽ ഓൾസോ ഇൻക്രീസ്. ഓക്കെ, അപ്പൊ ഈ രണ്ട് ഇക്വേഷൻസ് അല്ല, ഈ രണ്ട് കോൺസെപ്റ്റ്സും കൂടെ ഓർത്തിരിക്കുക. ഇത് വെച്ചിട്ടും ചോദ്യം വി ക്യാൻ എക്സ്പെക്ട്. ഓക്കെ, D ഇൻക്രീസ് ടു 4 times ഓർ D ഡബിൾ ആയാൽ C എന്തായിരിക്കും? L എന്തായിരിക്കും? റേഡിയസ് ഓഫ് കണ്ടക്ടേഴ്സ് ഇൻക്രീസ് ചെയ്താൽ ഇൻഡക്ടൻസിന് എന്ത് സംഭവിക്കും? കപ്പാസിറ്റൻസിന് എന്ത് സംഭവിക്കും? ഓക്കെ, ലൈക്ക് ദാറ്റ് വി ക്യാൻ എക്സ്പെക്ട് ക്വസ്റ്റ്യൻസ്. അപ്പൊ ഇതാണ് L ആൻഡ് സിന്റെ ബേസിക് ഫോർമുല. ഇനി നമുക്ക് നോക്കേണ്ടത് എന്താണ് ബണ്ടിലിംഗ്. വാട്ട് ഈസ് ബണ്ടിലിംഗ്? What is the concept of bundling? See, bundling means conductor is made up of one or two subconductors. Okay, അതായത് നമ്മളിവിടെ നേരത്തെ we have seen one diagram. See, ഇതാണ് ഒരു യൂഷ്വൽ കേസിൽ, ഇതാണ് ഫേസ് എ ആൻഡ് ഫേസ് ബി. ഇവിടെ ഫേസ് എയിൽ there are how many conductors? There are only one conductor. ഇവിടെ ഫേസ് ബിയിലോ again ഫേസ് ബി there is only one conductor. ഇനി അങ്ങനെ അല്ലാണ്ട് കൺസിഡർ ദിസ് കേസ്. ഇവിടെ എന്താണ്? ഓരോരോ ഫേസിലും എത്ര കണ്ടക്ടേഴ്സ് വെച്ചിട്ടുണ്ട്? there are 2 conductors in each phase. അപ്പോൾ ഇങ്ങനെ കണ്ടക്ടേഴ്സിനെ നമ്മൾ സബ് കണ്ടക്ടേഴ്സ് ആയിട്ട് ഉണ്ടാക്കുന്നതിന്റെ പേരാണ് എന്ത്? ബണ്ടലിംഗ്. ഓക്കെ, സോ ബണ്ടലിംഗ് മീൻസ് കണ്ടക്ടർ വിൽ ബി മേഡ് അപ്പ് ഓഫ് 1 or 2 സബ് കണ്ടക്ടേഴ്സ്. ഇനി എന്തിനാണ് നമ്മൾ ബണ്ടലിംഗ് ചെയ്യുന്നത്? ബണ്ടലിംഗ് ചെയ്താൽ സംഭവിക്കുന്നത്, ബൈ യൂസിങ് ബണ്ടലിംഗ്, റേഡിയസ് ഓഫ് ദ കണ്ടക്ടർ ഇൻക്രീസസ്. എന്താണ്? റേഡിയസ് ഓഫ് കണ്ടക്ടർ ഇൻക്രീസസ്. റേഡിയസ് ഓഫ് കണ്ടക്ടേഴ്സിന് നമ്മൾ വേറൊരു ടേമിൽ പറയും, വി ക്യാൻ ഓൾസോ സേ ഇറ്റ് ആസ് GMR. എന്താണ് GMR? ജോമെട്രിക് മീൻ റേഡിയസ്. എന്താണ് GMR ആൻഡ് ഹൗ ടു ഫൈൻഡ് ഔട്ട് GMR? വി വിൽ സീ. ഓക്കെ, GMR ജോമെട്രിക് മീൻ റേഡിയസ്. അപ്പൊ ബണ്ടലിംഗ് ചെയ്യുമ്പോൾ എന്താ ശരിക്കും സംഭവിക്കുന്നത്? കണ്ടക്ടറിന്റെ ഓർ ആ ഫേസിലുള്ള കണ്ടക്ടറിന്റെ GMR ഇറ്റ് ഈസ് ഇൻക്രീസിങ്. അങ്ങനെ ആണെങ്കിൽ വി ഹാവ് ജസ്റ്റ് സീൻ എബോവ്, അല്ലെ? എന്ത്? L ഈസ് പ്രൊപ്പോർഷണൽ ടു D by R and C ഈസ് പ്രൊപ്പോർഷണൽ ടു R by D.
ഓക്കെ, അങ്ങനെ ആണെങ്കിൽ എല്ലിന്റെ കേസിൽ റേഡിയസ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഇൻഡക്ടൻസ് എന്ത് സംഭവിക്കും? ഇൻഡക്ടൻസ് വിൽ ഡിക്രീസ് അല്ലെ. ഇവിടെ ഫോർ സി റേഡിയസ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ കപ്പാസിറ്റൻസ് വിൽ ഓൾസോ ഇൻക്രീസ് അല്ലെ. ഇനി ഇൻഡക്ടൻസ് കാരണം ഉണ്ടാവുന്ന റിയാക്ടൻസ് എക്സൽ ദാറ്റ് ഈസ് ഈക്വൽ ടു എൽ ഒമേഗ അല്ലെ. അപ്പോൾ എല്ലിന്റെ വാല്യൂ കുറഞ്ഞു വരികയാണെങ്കിൽ റിയാക്ടൻസ് ഡ്യൂ ടു ഇൻഡക്ടൻസ് എക്സൽ എന്തായി വരും? എക്സൽ വിൽ ഓൾസോ ഡിക്രീസ്. ഇനി റിയാക്ടൻസ് ഡ്യൂ ടു സി എന്താണ്? എക്സി ഈസ് 1/c ഒമേഗ. ഇവിടെ സി ഇൻക്രീസ് ചെയ്യാണ് അല്ലെ. അപ്പൊ സി ഇൻക്രീസ് ചെയ്യുമ്പോൾ എക്സി എന്താവും? എക്സി വിൽ ഓൾസോ ഡിക്രീസ്. അപ്പൊ നോക്കുക, ബണ്ടിലിംഗ് യൂസ് ചെയ്ത കാരണം നെറ്റ് റിയാക്ടൻസ് എക്സൽ ആയാലും എക്സി ആയാലും എന്തായി വന്നു? ദാറ്റ് ഈസ് ഡിക്രീസിങ്. അപ്പോൾ എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ് ഡ്യൂ ടു ബണ്ടിലിംഗ്? അഡ്വാൻറ്റേജസ് ഓഫ് ബണ്ടിലിംഗ്. First one, net reactance decreases. Next reactance decreases. We have seen above how the net reactance decreases. Okay, the second advantage is power transfer capability increases. എങ്ങനെ? We know P എന്താണ്? P is VR Vs by X sin delta. And we have seen ബണ്ടിലിംഗ് കാരണം X എന്താണ്? X കുറയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ X കുറയുമ്പോൾ P എന്താവും? P will increase. അതായത് ആ ട്രാൻസ്മിഷൻ ലൈനിന്റെ പവർ ക്യാരിങ് കേപ്പബിലിറ്റി will increase. Third one is reduced voltage drop. ഒബ്വിയസ് ആണല്ലേ. വോൾട്ടേജ് ഡ്രോപ്പ് എന്താണ്? വോൾട്ടേജ് ഡ്രോപ്പ് ഈസ് IR ഓർ IX. ഇവിടെ എക്സ് ഡിക്രീസ് ചെയ്യാണ്. സോ IX വിൽ ഓൾസോ ഡിക്രീസ്. സോ വോൾട്ടേജ് ഡ്രോപ്പ് വിൽ ഓൾസോ ഡിക്രീസ്. നെക്സ്റ്റ് തിങ് ഈസ് റെഡ്യൂസ്ഡ് സർജ് ഇംപിഡൻസ്. എന്താണ് സർജ് ഇംപിഡൻസ്? സർജ് ഇംപിഡൻസ് ഈസ് റൂട്ട് L/C അല്ലെ. അപ്പൊ L കുറയുമ്പോൾ സർജ് ഇംപിഡൻസും കുറഞ്ഞു വരും. സി കൂടുമ്പോൾ സർജ് ഇംപിഡൻസും കുറഞ്ഞു വരും. അപ്പോൾ ബണ്ടിലിംഗ് കാരണം നമ്മളുടെ നെറ്റ് സർജ് ഇംപിഡൻസ് വിൽ ബി റെഡ്യൂസ്ഡ് ആൻഡ് ദെയർഫോർ സർജ് ഇംപിഡൻസ് ലോഡിംഗ് വിൽ ഇൻക്രീസ്. സർജ് ഇംപിഡൻസ് ലോഡിംഗ് വിൽ ഇൻക്രീസ്. എന്താണ് സർജ് ഇംപിഡൻസ് ലോഡിംഗ്? It is V²/ZC. ഓക്കെ, അപ്പൊ ZC സർജ് ഇംപിഡൻസ് കുറഞ്ഞു വരുമ്പോൾ സർജ് ഇംപിഡൻസ് ലോഡിങ്ങിന് എന്ത് സംഭവിക്കും? ദാറ്റ് വിൽ ഇൻക്രീസ്. ഓക്കെ, ദ നെക്സ്റ്റ് അഡ്വാൻറ്റേജ് ഈസ് റെഡ്യൂസ്ഡ് റേഡിയോ ഇന്റർഫറൻസ്. Reduced radio interference. And the last advantage is reduced corona losses. ഓക്കെ, അപ്പൊ ഇതാണ് അഡ്വാൻറ്റേജസ് ഓഫ് ബണ്ടിലിംഗ്. ഇതില് ഏറ്റവും ഇമ്പോർട്ടന്റ് അഡ്വാൻറ്റേജ് ഏതാണ്? ഏറ്റവും ഇമ്പോർട്ടന്റ് അഡ്വാൻറ്റേജ് ഏതാണെന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് റെഡ്യൂസ്ഡ് കൊറോണ ലോസസ്. ഓക്കെ, അപ്പോൾ ബണ്ടിലിംഗ്, വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ബണ്ടിലിംഗ് എന്ന് ചോദ്യം വന്നിട്ട് ഓപ്ഷൻ എ റെഡ്യൂസ്ഡ് കൊറോണ ലോസസ്, ഓപ്ഷൻ ബി നെറ്റ് റിയാക്ടൻസ് ഡിക്രീസസ്, ഓപ്ഷൻ സി പവർ ട്രാൻസ്ഫർ കേപ്പബിലിറ്റി ഇൻക്രീസസ്, ഓപ്ഷൻ ഡി റെഡ്യൂസ്ഡ് വോൾട്ടേജ് ഡ്രോപ്പ്. അതായത് ബണ്ടിലിംഗിലുള്ള അഡ്വാൻറ്റേജസ് എല്ലാം ഓരോരോ ഓപ്ഷൻ ആയിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ഗിവൺ ആണെങ്കിൽ ഓൾവേസ് ഗോ ഫോർ കൊറോണ ലോസ്. ഇതാണ് ബണ്ടിലിംഗ് കാരണമുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് അഡ്വാൻറ്റേജ്. ഓക്കെ, ഓൾവേസ് ഗോ ഫോർ കൊറോണ ലോസ്. ഇനി we have seen bundling. Okay, next we will see transposition. എന്താണ് ട്രാൻസ്പോസിഷൻ?
എന്താണ് ട്രാൻസ്പോസിഷൻ? വി നോ, സി ലൈക്ക് കണ്ടക്ടേഴ്സ് ഇങ്ങനെ ആണെന്ന് അസ്യൂം ചെയ്യാം. ഇത് ഫേസ് എ, ഇത് ഫേസ് ബി, ഇത് ഫേസ് സി. ഓക്കെ, ഇവിടെ ഈ ഫേസ് ബി എന്താണ്? ഇറ്റ് ഈസ് ഇൻ സെൻട്രൽ അല്ലേ? അപ്പൊ ഈ സൈഡിലുള്ള കണ്ടക്ടേഴ്സിന്റെ ഫ്ലക്സ് ലിങ്കേജും സെൻട്രലിലുള്ള കണ്ടക്ടേഴ്സിന്റെ ഫ്ലക്സ് ലിങ്കേജും ഇറ്റ് വിൽ ബി ഡിഫറെന്റ്. അപ്പോൾ അങ്ങനെ നോക്കിയാൽ ഇൻഡക്ടൻസ് ഓഫ് ഫേസ് ബി ആൻഡ് ഇൻഡക്ടൻസ് ഓഫ് ഫേസ് എ വിൽ ബി ഡിഫറെന്റ്. അപ്പോൾ ഈ ഒരു ഡിഫറൻസിനെ ആവറേജ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രാൻസ്പോസിഷൻ യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രിൻസിപ്പിൾ എന്താണ്? കണ്ടക്ടേഴ്സിനെ ഈക്വൽ ഇന്റർവെൽ വെച്ചിട്ട് നമ്മൾ ഈ കണ്ടക്ടേഴ്സിന്റെ പൊസിഷൻ വി എക്സ്ചേഞ്ച് ലൈക്ക് ദിസ്. ഇവിടെ എന്തായി? എ സെൻട്രൽ വന്നു, ബി താഴെ വന്നു, സി മുകളിൽ വന്നു. Again we will exchange the position after a certain time interval. Okay, അപ്പൊ ഈ പ്രോസസ്സിനെയാണ് പറയുന്നത് എന്ത്? ട്രാൻസ്പോസിഷൻ. എന്താണ് ട്രാൻസ്പോസിഷൻ? ആൻഡ് വാട്ട് ഈസ് ട്രാൻസ്പോസിഷൻ? എക്സ്ചേഞ്ചിങ് the position of conductors at regular intervals. എന്താണ് അഡ്വാൻറ്റേജസ് ഓഫ് ട്രാൻസ്പോസിഷൻ? Advantages of transposition. The first and the foremost important advantage is reduces radio interference in communication line. Reduces radio interference in communication lines. And the second one, to balance inductance of transmission line. അപ്പോൾ ഇതാണ് ട്രാൻസ്പോസിഷൻ കാരണമുള്ള അഡ്വാൻറ്റേജ്. ഓക്കെ, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ ഈസ് ടു reduce radio interference in communication lines. Okay, ഇനി next we have to see എന്താണ് GMR and GMD. We have seen for a 2 conductor, what is L? 2 into 10 raised to minus 7 ln GMD by GMR. And what is C? Sorry, for a 2 conductors it is D by R dash, and for C that will be pi epsilon 0 by ln D by R. ഇതാണ് എന്തിന്? for a 2 conductor. ഇനി 2 conductor അല്ലാണ്ട് ഓരോരോ ഫേസിൽ ഒന്നിൽ കൂടുതൽ സബ് കണ്ടക്ടേഴ്സ് ഉണ്ടെങ്കിൽ, that means if we are using bundling, L will become 2 into 10 raised to minus 7 ln GMD by GMR. Likewise, C will become pi epsilon naught by ln GMD by GMR. Okay, അപ്പോൾ ഇനി നമുക്ക് നോക്കാം എന്താണ് GMD ആൻഡ് എന്താണ് GMR. Okay, I will take this case. അതായത് ഓരോരോ ഫേസിൽ there are 2 subconductors each. How many? There are 2 subconductors each. ഓക്കെ, അപ്പൊ ഇത് ഫേസ് എ, ഇത് ഫേസ് ബി. ഈ ഫേസസ് തമ്മിലുള്ള ദൂരം ഇറ്റ് ഈസ് ക്യാപിറ്റൽ ഡി. ആൻഡ് ഈ സബ് കണ്ടക്ടേഴ്സ് തമ്മിലുള്ള ദൂരം ഇറ്റ് ഈസ് സ്മോൾ ഡി. ആൻഡ് ആർ ഈസ് ദ
radius of each subconductors. ആദ്യം നമുക്ക് നോക്കാം how we find out GMR. See, GMR find out ചെയ്യണമെങ്കിൽ what is GMR? Geometric mean radius. അതായത് GMR will be confined to a face. അതായത് ആ ഒരു ഫേസിന്റെ നെറ്റ് റേഡിയസ് എന്താണ് എന്നതാണ് നമ്മൾ GMR വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇനി GMD എന്താണ്? GMD is the net distance between faces. Okay, so GMD is analogous to D. എന്താണ് D? D means distance between faces, and GMR is analogous to R. R എന്താണ്? Radius of a conductor. അപ്പോൾ GMR കാണണമെങ്കിൽ always consider a subconductors. എത്ര subconductors ഉണ്ട്? There are 2 subconductors. So there will be 2 main terms. എത്ര main terms ഉണ്ടാവും? 2 main terms. ഈ ആദ്യത്തെ main term is corresponding to this subconductor. This term is corresponding to this subconductor. Okay, so we will consider here first term. First term ഏത് സബ്കണ്ടക്ടറിന് വേണ്ടിയിട്ടാണ്? ഫോർ ദിസ് സബ്കണ്ടക്ടർ. ഇനി ഈ സബ്കണ്ടക്ടറിന് എത്ര ടേംസ് ഉണ്ടാവും? 2 ടേംസ് ഉണ്ടാവും. ഏതൊക്കെ? ഫസ്റ്റ് വൺ ഈസ് the radius of the same subconductor, that is R dash, into second one is distance from this subconductor to other subconductor. അത് എന്താണ്? It is D. Okay, so you have got 2 terms അല്ലേ? ഏതൊക്കെ? R dash and D. അതുപോലെ for second subconductors there will be 2 terms. First one will be R dash and the second one will be distance from that subconductor to next subconductor of the same phase. അപ്പം ഇവിടെയും എന്ത് വരും? Again it will be R dash into D. അപ്പോൾ ടോട്ടൽ എത്ര ടേംസ് ആയി? ടോട്ടൽ 4 ടേംസ് ആയി. So we will take 1/4. Fourth root of this product will be GMR. നമ്മളിനി എക്സാമ്പിൾസ് ഒക്കെ എടുക്കാൻ പോകുന്നുണ്ട്. അതിൽ ഈ കോൺസെപ്റ്റ്സ് ഒന്നും കൂടെ വ്യക്തമാവും. നെക്സ്റ്റ്, how do you find out GMD? Again, GMD corresponds from one phase to another phase. Okay, അപ്പോൾ ഇവിടെ ഓരോരോ സബ് കണ്ടക്ടറിന് എന്തുണ്ടാവും? ഓരോരോ ടേംസ് ഉണ്ടാവും. അപ്പോൾ here there will be 2 main terms. Okay, the first main term is corresponding to this subconductor and this term corresponds to this subconductor. ഇനി ഈ ടേമിൽ എത്ര കമ്പോണൻസ് ഉണ്ടാവും? there will be 2 components. Okay, നോക്കുക, ഈ ടേം, ഈ മെയിൻ ടേം corresponds to this subconductor. ഈ സബ്കണ്ടക്ടർ ആയി കറസ്പോണ്ട് ചെയ്യുന്ന 2 ടേംസ് ഉണ്ട്. ഏതൊക്കെ? ഇറ്റ് ഈസ് ഡി അല്ലെ? ഫേസസ് തമ്മിലുള്ള ദൂരമാണ്. അപ്പോൾ ഈ സബ്കണ്ടക്ടറും ഈ സബ്കണ്ടക്ടറും തമ്മിലുള്ള ദൂരം, ഇതാണ് ആദ്യത്തെ ടേം. സെക്കൻഡ് ടേം എന്താണ്? ഈ സബ്കണ്ടക്ടറും അടുത്ത സബ്കണ്ടക്ടർ ഓഫ് ഡിഫറെന്റ് ഫേസ്, ഇത് തമ്മിലുള്ള ദൂരം. അപ്പോൾ ആദ്യം ഈ സബ്കണ്ടക്ടർ ആൻഡ് ദിസ് സബ്കണ്ടക്ടർ, ഇവര് തമ്മിലുള്ള ദൂരം എത്രയാണ്? ഇറ്റ് ഈസ് ക്യാപിറ്റൽ ഡി multiplied by next this subconductor and this subconductor. Okay, you should always take distance between 2 different phases. ഇത് എന്താണ്? it will be d plus small d അല്ലേ? ഇവിടം മുതൽ ഇവിടം വരെ എന്താണ്? it is d, and from here to here that will be small d. So it will be d into d plus small d. അതുപോലെ you have to take second conductor. Again you have to find out first this one. ഇത് എന്തായിരിക്കും? This will be capital D minus small d, and the next one will be from one subconductor to other subconductor of different phase.
This will be capital D. Again, there are 4 terms, so you have to take 4th root. Okay, അപ്പോൾ ഇങ്ങനെയാണ് GMR and GMD ഏതൊരു ബണ്ടൽഡ് transmission line കേസിലും you have to find out GMR and GMD like this. Okay, next we will move on to some examples. The first one, okay, it is asked in engineering services exam 2020. The self GMD of a conductor with 3 strands each of radius r and touching each other is. And then what you have to find out? You have to find out self GMD. Self GMD is another name of GMR. So in short, you have to find out GMR. There are of a conductor with 3 strands each of radius r. 3 strands each of radius r and touching each other. അപ്പോൾ അത് എങ്ങനെ ആയിരിക്കും? ഇത് ഫസ്റ്റ് സ്ട്രാൻഡ്, ഇത് ഫസ്റ്റ് വൺ. അടുത്തത് ഇവിടെ, the third one here. Okay, so 3 strands each of radius r, each of radius r and touching each other. അപ്പൊ ഇതാണ് നമ്മളുടെ കണ്ടക്ടറിന്റെ കോൺഫിഗറേഷൻ. ഇനി നെക്സ്റ്റ് യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് സെൽഫ് GMD. ദാറ്റ് മീൻസ് യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് GMR. അപ്പൊ ഇവിടെ എത്ര സബ് കണ്ടക്ടേഴ്സ് ഉണ്ട്? 3 സബ് കണ്ടക്ടേഴ്സ് ഉണ്ട് അല്ലെ? അപ്പോൾ ശരിക്കും ഇവിടെ എത്ര ടേംസ് ഉണ്ടാവും? 3 വലിയ ടേംസ് ഉണ്ടാവും. എത്ര ഉണ്ടാവും? 3 എണ്ണം ഉണ്ടാവും. ഓരോരോ സബ് കണ്ടക്ടേഴ്സിന് ഓരോരോ ടേം അല്ലെ? ഓരോരോ സബ് കണ്ടക്ടേഴ്സിന് ഓരോരോ ടേം. അപ്പൊ നമുക്ക് ആദ്യത്തെ സബ് കണ്ടക്ടർ നോക്കാം. അപ്പോൾ ആദ്യത്തെ സബ് കണ്ടക്ടറിൽ എത്ര ടേം ഉണ്ടാവും? അഗെയിൻ there will be 3 term. First term is corresponding to that subconductor only, that will be 0.7788 r. Next is E subconductor from here to here. ഇത് എത്രയാണ്? R and again R, so that will be 2r. Again from this subconductor to this subconductor to this subconductor, again it is 2r. Okay, അപ്പൊ ഇതാണ് എന്ത്? ആദ്യത്തെ സബ് കണ്ടക്ടർ. ഇനി സെക്കൻഡ് സബ് കണ്ടക്ടർ നോക്കിയാലും again you will get the same thing or not അല്ലെ? Again you will get the same thing, 0.7788 r into 2r into 2r. And for third subconductor again you will get the same thing, 0.7788 into 2r into 2r. അപ്പൊ ടോട്ടൽ എത്ര ടേംസ് ആയി? 9 ടേംസ് ആയി അല്ലെ? സോ it will be 1/9th power. So ഈ 0.7788 r into 2r into 2r എത്ര ഉണ്ട്? ഇറ്റ് ഈസ് ക്യൂബ് അല്ലെ? 3 എണ്ണം ഉണ്ട്. സോ ഇറ്റ് വിൽ കം ആസ് 3/9. സോ GMR will be 0.7788 into 2r r into 2r into 1/3. ഇവിടെ r എന്താണ്? ഇറ്റ് ഈസ് r ക്യൂബ്. അപ്പോൾ r ക്യൂബ് ക്യൂബ് റൂട്ടിൽ നിന്ന് പുറത്ത് വന്നാൽ ദാറ്റ് വിൽ ബി r into 0.7788 into 2 into 2 raised to 1/3. So the correct answer will be r into 0.7788 into 2 into 2 whole raised to 1/3. So option A will be the correct answer. Okay, മനസ്സിലാവുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. Moving on to next question.
Bundled conductors are used for EHV transmission line primarily for reducing the corona loss. Yes, corona loss decrease ചെയ്യും, surge impedance decrease ചെയ്യും, voltage drop decrease ചെയ്യും, I²R loss decrease ചെയ്യില്ല. അപ്പോൾ പക്ഷെ ഈ മൂന്ന് ഓപ്ഷൻസും എന്താണ് കറക്റ്റ് ഓപ്ഷൻ ആണ്. പക്ഷെ ഏറ്റവും ഇമ്പോർട്ടന്റ് അഡ്വാൻറ്റേജ് എന്താണ് ബണ്ടിൽഡ് കണ്ടക്ടേഴ്സിന്റെ? ദാറ്റ് ഈസ് കൊറോണ ലോസ്. സോ ദ കറക്റ്റ് ഓപ്ഷൻ വിൽ ബി ഓപ്ഷൻ എ, കൊറോണ ലോസസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തേർഡ് വൺ നോക്കുക. എ 3-phase transmission line has its conductors at the corners of an equilateral triangle with side 3 meter. ഒരു equilateral triangle. എത്രയാണ് സൈഡ്? 3 മീറ്റർ. 3 മീറ്റർ, 3 മീറ്റർ, 3 മീറ്റർ. The diameter of each conductor is 1.63 diameter. It is 1.63 centimeter. The inductance of the line per phase per kilometer is. അപ്പോൾ ഓപ്ഷൻസ് എല്ലാം ഇവിടെ എന്തിലാണ്? മില്ലി ഹെൻറിയിൽ ആണ് അല്ലേ? സോ ഐ ക്യാൻ റൈറ്റ് എൽ ആസ് 0.2 ln GMD by GMR. ഇവിടെ എന്തായിരിക്കും GMD? ഫൈൻഡ് ഔട്ട് വാട്ട് ഈസ് GMD. ഇവിടെ എത്ര ഫേസ് ഉണ്ട്? 3 ഫേസ് ഉണ്ട്. സോ ദർ വിൽ ബി 3 ടേംസ്. ഇനി ഓരോരോ ഫേസ് എടുത്തു നോക്കുക. ഒരു ഫേസിൽ എത്ര ഇതുണ്ട് ഡിസ്റ്റൻസ്? ഇറ്റ് ഈസ് 2 അല്ലെ? 3 meter and 3 meter. 3 into 3. The same thing for other 2 conductors. And there are 6 terms. So total it will be raised to 1 by 6. And this will be 3 raised to 6 by 6. So GMD will be 6 meters. ഇനി എന്താണ് GMR? GMR will be 0.7788 R. So 0.7788 into R എന്താണ്? 1.63 is the diameter. So R will be 0.0163 by. Okay. So what will be L? L will be 0.2 ln GMD is 6 by 0.7788 into 0.0163 by 2. ഇത് സോൾവ് ചെയ്താൽ I think you will get option A. ഒന്ന് നോക്കട്ടെ. 6 by 0.7788, 0.0163 by 2. സോറി, ഇത് 6 അല്ലല്ലോ അല്ലെ? ഇത് എത്രയാണ്? 3 ആണ്. 3. അപ്പോൾ ആൻസർ വരിക, you will get it as 1.23 million. So the correct option will be option A, and the 1.232 millihenry. Fourth question. The ratio of line to line capacitance and line to neutral capacitance is. See, അതിന്റെ മുന്നേ ഇങ്ങനത്തെ പ്രോബ്ലംസ് സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? We must need a calculator അല്ലെ? എന്നാൽ മാത്രമേ നമുക്ക് ഈ ലോഗിന്റെ വാല്യൂ കാണാൻ പറ്റുള്ളൂ. അപ്പോ നമ്മളുടെ കേരള PSCക്ക് ഇതുപോലെയാണ് ഓപ്ഷൻസ് തരുന്നതെങ്കിൽ this question will not make any difference at all. എന്താണ് കാരണം? പഠിക്കാതെ വന്ന പിള്ളേർക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, പക്ഷെ പഠിച്ചിട്ടുള്ള പിള്ളേർക്ക് പോലും ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല. Why? Because we have to find out the value of log.
പക്ഷെ ഈ ക്വസ്റ്റ്യൻ എപ്പോഴാണ് ഡിട്രിമെന്റൽ ആവുക? Assume that the options are like option A 0.2 ln 3 by 0.7788 into 0.0163 by 2. Option B 0.2 ln 3 by 0.7788 into 0.0163. Option C 0.2 ln 3 by 0.0163 by 2. Option D 0.2 ln 3 by 0.0163. ഇപ്പോൾ ഇങ്ങനെയാണ് ഓപ്ഷൻ എങ്കിൽ യെസ്, then this questions become important അല്ലേ? Now you can solve it, now you can go for an answer. അപ്പോൾ ഇങ്ങനെയാണ് ഓപ്ഷൻ വരുന്നതെങ്കിൽ then you have to select the correct option, which is option A. ഓക്കെ, അപ്പൊ ഞാൻ പറയാൻ ഉദ്ദേശിച്ച പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതായത് ഈ ലോഗ് വെച്ചിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ ഇങ്ങനെയാണ് ഓപ്ഷൻസ് എങ്കിൽ then you have to go for the answer. Next, the ratio of line to line capacitance and line to neutral capacitance is. എന്താണ് line to line? CAB is pi epsilon naught by ln d by r. And what is line to neutral? It is CAN is 2 pi epsilon naught by ln d by r. അതായത് CAN is 2 times CAB അല്ലേ? എന്താണ് CAN is 2 times CAB. നമുക്ക് ഇവിടെ എന്താണ് ചോദ്യം? ലൈൻ ടു ലൈൻ ടു ലൈൻ ടു ന്യൂട്രൽ, അതായത് CAB by CAN, that will be 1/2. So the correct answer will be option A, 1/2. Next question, fifth question. ഇത് നമ്മളുടെ ലാസ്റ്റ് ഇൻസ്പെക്ടറേറ്റിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. എ സിംഗിൾ ഫേസ് 2 conductor line separated at a distance 1.5 meter. എന്താണ് D? D is 1.5 meter with radius 2 centimeter. R is 2 centimeter or 0.02 meter. Produce a self inductance of D ഉണ്ട്, R ഉണ്ട്. You have to find out the self inductance. So L is equal to milli henryയിലാണ്. So 0.2 ln d by r dash. So 0.2 ln എന്താണ് d? 1.5 by r dash is 0.7788 into 0.02. അപ്പോൾ ഇത് സോൾവ് ചെയ്ത what you will get is 1.5 by 0.7788 into 0.02. See, this solve ചെയ്താൽ നമുക്ക് വരുന്ന ആൻസർ 0.913 മില്ലി ഹെൻറി പെർ കിലോമീറ്റർ ആണ്. പക്ഷെ ഓപ്ഷൻസിൽ 0.913 മില്ലി ഹെൻറി ഇല്ല. അപ്പൊ ഇവര് ഉദ്ദേശിച്ചത് ലൂപ്പ് ഇൻഡക്ടൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്താണ് ലൂപ്പ് ഇൻഡക്ടൻസ്? ലൂപ്പ് ഇൻഡക്ടൻസ് വിൽ ബി 2 times സെൽഫ് ഇൻഡക്ടൻസ്. വൈ ലൂപ്പ് ഇൻഡക്ടൻസ് എന്ന് പറയുമ്പോൾ സി, ഒരു കണ്ടക്ടർ ഒരു പോർഷൻ മറ്റേ പോർഷനിലേക്ക് പോയാൽ there will be a return conductor for that അല്ലെ? അപ്പോ സോ ഇൻ ഷോർട്ട് ഒരു കണ്ടക്ടർ എന്ന് വെച്ചാൽ ഓർ what I say inductance like ഇവിടെ ഒരു കണ്ടക്ടർ, then there will be a return path for this conductor. ഇത് phase and this one is neutral. So loop inductance will be 2 times self inductance. അപ്പോൾ അങ്ങനെ നോക്കിയാൽ ഇവിടെ 2 into 0.913. So ഇതിനെ into 2 ചെയ്താൽ you will get 1.8269 milli henry per kilometer. So option, it will be A, 1.83 milli henry. Okay, അപ്പൊ ഇതും കാൽക്കുലേറ്റർ ഇല്ലാണ്ട് സോൾവ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഓപ്ഷൻസ് ലോഗിന്റെ ടേംസിൽ ആണെങ്കിൽ then you can go for it. Sixth question, again it is asked in electrical inspectorate. എന്താണ്? A conductor is composed of 7 identical copper strands, each having a radius of 2 centimeter.
എത്രയാണ് R? It is 2 centimeter. Then the self GMD of the conductor is, you have to find out self GMD or GMR. എങ്ങനെയാണ്? 7 conductors ഉണ്ട് അല്ലേ? മൂന്ന്, 4, ഇങ്ങനെയാണ് എന്ത്? 7 conductors. Okay. A conductor is composed of 7 identical copper strands. ഓരോരോ സ്ട്രാൻഡിന്റെ റേഡിയസ് ഈസ് 2 centimeter. Then the self GMD of the conductor will be. അപ്പോൾ ഇവിടെ എത്ര സബ് കണ്ടക്ടേഴ്സ് ഉണ്ട്? 1, 1, 2, 3, 4, 5, 6, 7. So there will be in short 7 terms. Okay. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു കണ്ടക്ടേഴ്സിന്റെ ഏതൊക്കെ ടേംസ് ആണ് വരുന്നത് എന്ന് നോക്കാം. So GMR will be, okay, ആദ്യം നമ്മൾ നോക്കുന്നത് ഈ കണ്ടക്ടറിൻ്റെതാണ്. അപ്പോൾ ഈ കണ്ടക്ടറിന്റെ റേഡിയസ് ഇറ്റ് വിൽ ബി 0.7788 R. ഇനി ഈ കണ്ടക്ടറിന് ഓരോരോ കണ്ടക്ടറിലേക്കുള്ള ദൂരം, അപ്പോൾ ഈ ദൂരം ഇറ്റ് വിൽ ബി 2R അല്ലേ? ഇത് R, again R, so that will be 2R. അങ്ങനെ എല്ലാ കണ്ടക്ടറിലേക്കുള്ള ദൂരം എന്താണ്? ഇറ്റ് ഈസ് 2R. So that will be 2R raised to 6 അല്ലേ? That will be 2R raised to 6. അപ്പോൾ ഒരു കണ്ടക്ടറിൽ എത്ര ടേംസ് വന്നു? There are 7 terms അല്ലേ? ഇവിടെ 6 ടേം, ഇവിടെ ഒരു ടേം, 7 terms. ഇനി നമുക്ക് നെക്സ്റ്റ് സബ് കണ്ടക്ടർ നോക്കാം. ഹിയർ ഐ ആം സെലക്ടിങ് ദിസ് സബ് കണ്ടക്ടർ. അപ്പോൾ ഈ സബ് കണ്ടക്ടറും ഈ സബ് കണ്ടക്ടറും തമ്മിലുള്ള ആദ്യം ആ സബ് കണ്ടക്ടറിന്റെ റേഡിയസ് നോക്കാം. That will be 0.7788 into R. ഇനി ഡിസ്റ്റൻസ് ഫ്രം ദിസ് സബ് കണ്ടക്ടർ ടു ദിസ് സബ് കണ്ടക്ടർ എത്രയാണത്? 2R. പക്ഷെ ഇവിടെയും എന്താണ്? ഇറ്റ് ഈസ് ഓൾസോ 2R. ഹിയർ ഇറ്റ് ഈസ് ഓൾസോ 2R അല്ലെ? അപ്പോൾ 2R എന്ത് വന്നു? ക്യൂബ് വന്നു അല്ലെ? 2R ക്യൂബ്. So we have seen 0.7788R. Then we have seen this 2R, this 2R and this 2R. ഇനി ഈ സബ് കണ്ടക്ടറും ഈ സബ് കണ്ടക്ടറും തമ്മിലുള്ള ദൂരം അത് എത്രയാണ്? ഇറ്റ് ഈസ് 4R അല്ലെ? ഇറ്റ് ഈസ് 4R. And the remaining is ഈ സബ് കണ്ടക്ടറും ഈ സബ് കണ്ടക്ടറും തമ്മിലുള്ള ദൂരം. This how you will find it out. നോക്കുക, how you will find out this one. See, ഇത് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഡ്രോ ചെയ്യാം. ഓക്കെ, സോ ദിസ് ഈസ് എ റൈറ്റ് ആംഗിൾ. ഓക്കെ, ദിസ് ഈസ് എ റൈറ്റ് ആംഗിൾ. അപ്പോൾ ഈ ദൂരം എന്താണ്? ബേസ്, ട്രയാങ്കിളിന്റെ ബേസ് അല്ലെ? ഈ ദൂരം ഇറ്റ് ഈസ് ഹൗ മച്ച്? ഇറ്റ് ഈസ് 2R. ആൻഡ് ഈ ദൂരം ഇറ്റ് ഈസ് R. And first you have to find out this distance. It is R. വേറെ റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റുമോ? സി, നമുക്ക് വേണ്ടത് ഈ ട്രയാങ്കിളും തമ്മിലുള്ള ദൂരാണ്. ഓക്കെ ഓക്കെ ഓക്കെ, യെസ്. ഇത് എന്താണ്? ഇറ്റ് ഈസ്
2R. And how much is this? It is 4R. Okay, so how much will be this? അല്ലെ, അതായത് ഇതാണ് നമ്മളുടെ റൈറ്റ് ട്രയാങ്കിൾ. അപ്പൊ ഇതാണ് നമ്മളുടെ ഹൈപ്പോടെന്യൂസ്. ഓക്കെ, സോ യു ക്യാൻ റൈറ്റ് 4R² is equal to 2R² പ്ലസ് ഈ ഒരു ദൂരം ലെറ്റ് ഇറ്റ് ബി a². So 16R² is equal to 4R² plus a². So a² is equal to 12R². So a is equal to root 12R. So you got the distance, that is root 12R. അപ്പോൾ ഈ കണ്ടക്ടറിൽ നിന്ന് ഈ കണ്ടക്ടറിലേക്കും ഈ കണ്ടക്ടറിൽ നിന്ന് ഈ കണ്ടക്ടറിലേക്കും ഡിസ്റ്റൻസ് വിൽ ബി root 12R. So it will be root 12R². ഓക്കെ, അപ്പോൾ ഈ സബ് കണ്ടക്ടറിന്റെ എല്ലാ സബ് കണ്ടക്ടറിലേക്കുള്ള ദൂരം നിങ്ങൾ ഇങ്ങനെ നോട്ട് ചെയ്തു. അഗൈൻ ദർ ഇസ് 6 ടേംസ് അല്ലെ, 3 + 2 6 അല്ല 7 ടേംസ് വരും അല്ലെ, 3 + 2 5 6 7. ഇങ്ങനെ എത്ര ടേംസ് വരും? ഇങ്ങനെ ദർ വിൽ ബി 6 ടേംസ് ഇൻ ടോട്ടൽ അല്ലെ. ഇതിപ്പം നമ്മൾ ഒരു സബ് കണ്ടക്ടറിന്റെ മാത്രമാണ് ഇവിടെ എഴുതിയത്. ഇങ്ങനെ എത്ര എണ്ണം ഉണ്ട്? 6 എണ്ണം ഉണ്ട് അല്ലെ. സോ ദർ വിൽ ബി ടോട്ടൽ 6 ടേംസ്. അപ്പോൾ ഇവിടെ അപ്പോൾ മൊത്തത്തിൽ എത്ര ടേംസ് വന്നു? ഇവിടെ 7 ടേംസ് വന്നു. ഇവിടെ 7 and raised to 6. So 7 6 42, 42 plus 7 49. So raised to 1/49 വരും. ഓക്കെ, raised to എന്ത് വരും? 1/49. ആൻഡ് ഇവിടെ ആറിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 2 സെന്റിമീറ്റർ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ I think what you will get is 2.177 സെന്റിമീറ്റർ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ. അഗൈൻ ഇത് കാൽക്കുലേറ്റർ ഇല്ലാണ്ട് you cannot solve, or else they have to give the options in terms of R. In terms of R ആയിരുന്നു ഓപ്ഷൻ എങ്കിൽ then you can solve it. Seventh one, the most appropriate way of mitigating the problem of interference between power line and communication line is, we know എന്താണ്? It is transpose എന്തിനെ? transpose the power line. കമ്മ്യൂണിക്കേഷൻ ലൈനല്ല, പവർ ലൈനിനെ ട്രാൻസ്പോസ് ചെയ്യുന്നതാണ് റേഡിയോ ഇന്റർഫറൻസ് കുറയ്ക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് വേ. അഗൈൻ ഇറ്റ് ഈസ് ആസ്ക്ഡ് ഇൻ ഇൻസ്പെക്ടറേറ്റ് എക്സാമിനേഷൻ. ഓക്കെ, അപ്പൊ ഇതാണ് ഇന്നത്തെ പവർ സിസ്റ്റം ടോപ്പിക്സിലുള്ള 7 ചോദ്യങ്ങൾ. നമ്മളിന്ന് നോക്കിയിട്ടുള്ള കൺസെപ്റ്റ്സ് മെയിൻലി ഇൻഡക്ടൻസ് ആൻഡ് കപ്പാസിറ്റൻസ് ആൻഡ് ഹൗ യു ഫൈൻഡ് ഔട്ട് സെൽഫ് GMD, that is GMR and GMD. Okay, so thank you all. We will see again in next class. Okay, thank you so much.